ചന്ദ്രപൂർ എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വീർ തന്റെ ഭാര്യ ചിത്രയോടൊപ്പം ജീവിച്ചു വന്നു. ചിത്രയ്ക്ക് ദിവസവും അസുഖമായിരുന്നു. പിന്നെ വീർ ഏത് തൊഴിൽശാലയിലാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് അടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് വീറിന്റെ ജോലി ഇല്ലാതെ ആയി. ചിത്ര, നിനക്ക് സുഖമാണോ? എന്നെ ക്ഷമിച്ചേക്കുമോ? ആ മരുന്ന് വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ചേട്ടാ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഗുണമാകും. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ജോലിക്കാര്യം എന്തായി? നിങ്ങൾ ജോലി അന്വേഷിച്ചു പോയല്ലോ. ഈ ഗ്രാമത്തിൽ ആർക്കും കൂലി ജോലി ചെയ്യുന്ന ആൾക്കാർ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്താ തീരുമാനിക്കണ വെച്ചാ, ഈ ഗ്രാമത്തിലെ ജമീന്ദാറിന്റെ അടുത്ത് കുറച്ച് പൈസ മേടിച്ച് പ്ലവ് വ്യാപാരം തുടങ്ങാൻ പോവാ. വളരെ നല്ല കാര്യം ചേട്ടാ. നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്ന പുലാവ് ഈ ഗ്രാമത്തിലെ എല്ലാത്തിനേക്കാളും രുചികരമായിരിക്കും. വീറിന് പുലാവ് ചെയ്യാൻ വളരെ നന്നായിട്ട് അറിയാം. പുലാവ് ഹോട്ടൽ തുറക്കാനായി വീർ ജമീന്ദാറോട് കുറച്ച് പണം ചോദിക്കാനായി ചെന്നു. ജമീന്ദാരെ, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. എന്റെ ഭാര്യയ്ക്ക് ഇത്തിരി സുഖമില്ല. അതുമാത്രമല്ല, ഈ ഗ്രാമത്തിൽ എനിക്ക് ജോലി തരാനായിട്ട് ഒരു ജോലിയും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്ലവ് കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അടിപൊളി, ഇതൊരു നല്ല തുടക്കമാണ്. ഈ ജോലി തുടങ്ങാനായിട്ട് ഞാൻ നിനക്ക് തീർച്ചയായിട്ടും പൈസ തരാം. പക്ഷെ അതിന് ഞാൻ 30% വട്ടി മേടിക്കും. നിനക്കതിന് സമ്മതമാണോ? വീർ കുറച്ചു സമയം ആലോചിച്ചു. അദ്ദേഹത്തിന് ഈ ഇടപാട് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ പാപം, അദ്ദേഹത്തിന് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ശരി ജമീന്ദാരെ, ഞാൻ ഇതിന് സമ്മതിക്കാം. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം വീറിന്റെ പുലാവ് ഹോട്ടൽ തയ്യാറായി. പിന്നീട് അദ്ദേഹം പുലാവ് വ്യാപാരം ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരത്തിനകം അദ്ദേഹത്തിന്റെ പുലാവ് എല്ലാം തന്നെ വിറ്റു തീർന്നു. വീർ തന്റെ കടയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇന്ന് നന്നായിട്ട് കച്ചവടം പോയി. എനിക്ക് ചെന്നൊരു ചായ മേടിച്ചു കുടിക്കാം. വീർ ചായ വാങ്ങാനായി പോവുകയായിരുന്നു. അപ്പോഴാണ് ജമീന്ദാറിന്റെ മകൾ സ്മൃതി തന്റെ കാറ് വേഗത്തിൽ ഓട്ടിച്ചുകൊണ്ടുവന്ന് ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇടിച്ചു. ആ ഹോട്ടൽ ആകെ പൊട്ടിച്ചിതറിപ്പോയി. പിന്നെ സ്മൃതി കാർ നിർത്താതെ അവിടെ നിന്നും പോയി. അയ്യോ എന്റെ കട, അയ്യോ എന്റെ കട, ഇനി ഞാൻ എന്ത് ചെയ്യും? വീർ അവിടെ നിന്നും ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് അദ്ദേഹത്തിന്റെ മകൾ അവരുടെ കാറിൽ തന്റെ ഹോട്ടൽ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറഞ്ഞു. സ്മൃതിയും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ജമീന്ദാർ അദ്ദേഹം പറഞ്ഞത് കേട്ടതും സ്മൃതിയോട് പറഞ്ഞു, നീ എന്ത് കാര്യം ചെയ്തത്? നീ കാറ് ഓട്ടിക്കൊണ്ട് കടയുടെ മേലെ ഇടിച്ചോ? എന്താച്ചാ നിങ്ങള്? ഞാനൊരു ഹോട്ടലിലല്ലേ ഇടിച്ചുള്ളൂ. നീ കട ഇടിച്ച കാരണം കൊണ്ട് ഞാൻ ഇത് ചോദിച്ചതല്ല. നിനക്കെന്തെങ്കിലും ആയാ ഞാൻ എന്ത് ചെയ്യും? മുതലാളി, ഞാനിപ്പോ എന്ത് ചെയ്യാ? പൈസ ഉണ്ടാക്കാൻ ഒരേ വഴി കട മാത്രമാണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഈ കാര്യം ഇതോടെ വിട്ടേക്ക്. ചെറിയ പെണ്ണല്ലേ, അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു വെക്കും. നീ നിന്റെ കട മാത്രം അടച്ചേക്ക് മതി. പക്ഷെ മുതലാളി, നിങ്ങളുടെ മകള് കാരണമാണല്ലോ എന്റെ കട. ഇവിടെ നിന്ന് പോ. പറഞ്ഞത് മനസ്സിലായില്ലേ? പോയി ആരോട് പറയണമെങ്കിലും പോയി പറയ്. എന്താ തലവനോട് പറയാൻ പോകുന്നോ അല്ല പോലീസിനോട് പറയാൻ പോകുന്നോ? എല്ലാരും ഞങ്ങളുടെ പോക്കറ്റിലാണുള്ളത്. ആദ്യം ഇവിടെ നിന്ന് പോ. വീർ വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. എന്നിട്ട് നദിക്കരയിൽ ചെന്നിരുന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യക്ക് എന്ത് ഉത്തരവാണ് തരിക? അവൾക്ക് ഞാൻ എങ്ങനെ മരുന്ന് വാങ്ങി തരും? അവൾക്ക് ഞാൻ എങ്ങനെ സഹായിക്കും? എനിക്ക് ഒരു ഉത്തരവും ഇല്ലല്ലോ. അപ്പോഴാണ് അവിടെ നദിക്കരയുടെ അടുത്ത് വലിയ പുല്ലുകളുള്ള ചെടി അനങ്ങുന്നത് കണ്ടത്. വീർ അതെന്താണെന്ന് നോക്കാനായി ചെന്നു. അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു കരടി ഒരു ഇരുമ്പ് വലയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇത് കരടിയാണല്ലോ. പാവം, അത് നല്ല വേദനയിലാണ് തോന്നുന്നു. നിക്ക്, ഞാൻ നിന്നെ രക്ഷിക്കാം. അതിനുശേഷം നീ എന്നെ കൊന്നാലും എനിക്ക് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വീർ അതിന്റെ കാലിൽ കുടുങ്ങിയിരുന്ന ഇരുമ്പ് എടുത്തു മാറ്റി. അങ്ങനെ കരടി അതിൽ നിന്ന് മോചിക്കപ്പെട്ടു. കരടി പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് മനുഷ്യരെ. ഇന്ന് മാത്രം നീ ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വേട്ടയാടിണ്ടാവും. വീർ ആകെ അതിശയിച്ചു പോയി. അതായത് ഈ കരടി എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. അതിശയിക്കല്ലേ വീർ, ഞാൻ സംസാരിക്കാൻ പറ്റുന്ന ഒരു കരടിയാണ്. എന്റെ ഒപ്പം വാ. എന്റെ ജീവൻ നീ രക്ഷിച്ചതിന് പകരം ഞാൻ നിനക്ക് ഒന്ന് തരാൻ പോവാണ്. ആ കരടി അദ്ദേഹത്തെ തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 3 വലിയ വലിയ തേങ്ങകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കരടി ഒരു തേങ്ങ എടുത്ത് വീറിന് അത് നൽകി. എനിക്കറിയാം, ഇപ്പൊ നീ ഒരു കഷ്ടത്തിലിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കരിക്ക് നിന്റെ കഷ്ടത്തിനെ പോക്കിയാലും പോക്കാം. ഇത് ഭൂമിയിൽ പൊതച്ചു വെച്ചേക്ക്. പിന്നെ നിനക്ക് എന്താവശ്യമാണോ അത് ചോദിക്കേ. പിന്നെ ഒരു ദിവസം വരെ നീ കാത്തുകൊണ്ടിരിക്കണം.
വീർ ആ തേങ്ങ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. വീർ ആ തേങ്ങയെ തന്റെ വീട്ടിനു പുറത്ത് പൂഴ്ത്തിവെച്ചു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ വീർ വീട്ടിനു പുറത്തേക്ക് വന്നു. എന്നിട്ട് നോക്കി. അധികം നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ തെങ്ങ് തന്നെ വളർന്നു നിൽക്കുകയായിരുന്നു. ഷേടാ, ഇവിടെ ശരിക്കും ഒരു തന്നെമരം മുളച്ചിട്ടുണ്ടല്ലോ. ഒരു കരിക്കിനെ മരത്തിൽ നിന്ന് പറിച്ചു നോക്കാം. വീർ ആ തെങ്ങിൽ കയറി 3 തേങ്ങ പറിച്ചിട്ടു. ആ തേങ്ങയെ 2ആയിട്ട് വെട്ടി അദ്ദേഹം നോക്കി. അതിനകത്ത് പാചകം ചെയ്തു വച്ചിരിക്കുന്ന പുലാവ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു മായ കരിക്കാണ്. ഇന്നലെ ഈ കരിക്ക് കുഴിച്ചു മൂടുമ്പോ ഞാൻ പുലാവെന്ന് കുറച്ച് ആലോചിച്ചത്. പക്ഷെ ഇന്ന് കരിക്കിന്റെ മരം, ആ കരിക്കിനോടൊപ്പം പുലാവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീർ ആ തേങ്ങയിലുണ്ടായിരുന്ന പുലാവ് എടുത്തുകൊണ്ടുപോയി തന്റെ ഭാര്യ ചിത്രയ്ക്ക് കഴിക്കാൻ നൽകി. ആ തേങ്ങയിലെ പുലാവ് കഴിച്ചതും തന്നെ ചിത്രയുടെ ശരീരം പൂർണ്ണമായും ഗുണമായി. ഈ പുലാവ് യഥാർത്ഥത്തിൽ വളരെ നന്നായിരിക്കുന്നു. ഈ പുലാവ് ജനങ്ങളുടെ അസുഖവും മാറ്റുമെന്ന് തോന്നുന്നു. ഇത് പെട്ടെന്ന് ഗ്രാമത്തിൽ വ്യാപാരം ചെയ്യാൻ നോക്കൂ. ഇപ്പോൾ എന്റെ അസുഖവും മാറി. ഞാനും നിങ്ങളോടൊപ്പം വ്യാപാരം ചെയ്യാം. വീർ ഒരുപാട് തേങ്ങകൾ വെട്ടിയെടുത്തു. എവിടെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ ഉണ്ടായിരുന്നോ അവിടെ ചെന്ന് എല്ലാം വ്യാപാരം ചെയ്യാൻ തുടങ്ങി. ചിത്രവും അദ്ദേഹത്തിന്റെ കൂടെ പോയി. തെങ്ങിൻ പുലാവ് വന്ന് വാങ്ങിച്ചോളൂ. ഇതുപോലെ ഒരു പുലാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. തലവൻ ആ വഴിയിൽ കൂടെ പോവുകയായിരുന്നു. എന്ത് കരിക്ക് പുലാവോ? ഒരു കരിക്ക് പുലാവ് എടുത്തേ. ഇതിലങ്ങനെ എന്തായിരിക്കും? ഞാൻ ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. ശരി തലവരെ, ഇപ്പൊ തന്നെ തരാം. വീർ തലവന് ഒരു തേങ്ങ വെട്ടി നൽകി. തലവൻ ആ തേങ്ങ പുലാവ് കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. നല്ല സ്വാദുണ്ട്. ഇതിനു മുമ്പ് ഇത്ര സ്വാദുവായ പുലാവ് ഞാൻ കഴിച്ചിട്ടില്ല. 2-3 കരിക്ക് പുലാവ് വീട്ടിൽ അയച്ചു വെച്ചേക്കും മോനെ. ശരി, ഇപ്പോൾ തന്നെ അയച്ചേക്കാം. പതുക്കെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തെങ്ങിൻ പുലാവ് കഴിക്കാൻ തുടങ്ങി. പിന്നെ വീർ വലിയ പണക്കാരനായി മാറി. വീർ ജമീന്ദാരിൽ നിന്നും വാങ്ങിയ കടൻ, പലിശ എല്ലാം തിരികെ നൽകി. ഇപ്പോൾ ജമീന്ദാറിന് ഒരു കാര്യം അദ്ദേഹത്തിന് തോന്നിക്കൊണ്ടേയിരുന്നു. വീർ തന്നെക്കാളും പണക്കാരനാകുമോ എന്ന പേടി. എല്ലാത്തിനു കാരണം നീയാണ്. നീ അവന്റെ കടനെ ഇടിക്കാതിരുന്നിരുന്നാൽ അവൻ കരിക്ക് പുലാവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ അച്ഛാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോലും നോക്കിയില്ല. വാ ചെന്ന് നോക്കാം അവൻ ഈ കരിക്ക് പുലാവ് എങ്ങനെ ചെയ്യുന്നുവെന്ന്. ആർക്കെങ്കിലും കരിക്കില് പുലാവ് ചെയ്യാൻ പറ്റുമോ? ജമീന്ദാറും അദ്ദേഹത്തിന്റെ മകൾ സ്മൃതിയും 2 പേരും വീറിന്റെ കടയിലേക്ക് ചെന്നു. എന്നെ ക്ഷമിച്ചേക്ക് വീർ. ഞാൻ നിന്റെ അടുത്ത് അതുപോലെ സ്വഭാവം കാണിച്ചിരിക്കാൻ പാടില്ല. എന്റെ മോള് നിന്റെ കടനെ നാശമാക്കി. വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ദയവായി എന്നോട് ക്ഷമിക്കൂ. എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ. പറയണമെങ്കിൽ ഞാൻ വേണം നിങ്ങൾക്ക് നന്ദി പറയാൻ. അന്ന് നിങ്ങൾ എന്റെ കടനെ ഇടിക്കാതെ ഇരുന്നിരുന്നാൽ ഒരുപക്ഷെ ഇന്ന് എനിക്ക് കരിക്ക് പ്ലാവ് മരം കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്കും കുറച്ച് കരിക്ക് പ്ലാവ് മരം കഴിക്കാൻ താ മോനെ. പിന്നെ നിനക്ക് ഈ കരിക്ക് പ്ലാവ് മരം എവിടെന്നാ കിട്ടിയത്? വീർ അവർ 2 പേർക്കും തേങ്ങാ പുലാവ് നൽകി. ജമീന്ദാറും അദ്ദേഹത്തിന്റെ മകളും 2 പേരും ഒരുപാട് അതിശയിച്ചു. പിന്നെ വീർ എല്ലാ കാര്യങ്ങളും ജമീന്ദാർ പിന്നെ അദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞു. അത് കേട്ടിട്ട് 2 പേരും എന്തു പറഞ്ഞെന്നാൽ, യഥാർത്ഥത്തിൽ ഒരു അതിശയ മരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതൊരു മായ കരിക്ക് പ്ലാവാണ്. എന്നാലും ഇത് കുറഞ്ഞ വിലക്കാണല്ലോ നീ വിൽക്കുന്നത്. വീർ, എനിക്കിനി മരത്തിന് വിറ്റേക്ക്. നീ വിചാരിക്കാത്തതിനെക്കാട്ടിലും ഞാൻ നിനക്ക് പൈസ തരാം. പറയൂ, നീ മരത്തിന് വിൽക്കുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഈ മരം ജനങ്ങളുടെ അസുഖങ്ങളും ശരിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിനെക്കാട്ടിലും കൂടുതൽ പൈസയ്ക്ക് വെച്ച് വിൽക്കൂല, വിൽക്കാനും അനുവദിക്കില്ല. മറന്നുകളയല്ലേ, ഈ മരം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ 2 പേരും എന്നോട് ക്ഷമ പറയാനാ വന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ കള്ള മനസ്സിൽ ഇത്ര പകയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരാളിനെ കുറിച്ചും നല്ലത് വിചാരിക്കില്ല. ഇത് നിനക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും വീർ, നോക്കിക്കോ. ഇങ്ങനെ പറഞ്ഞിട്ട് ജമീന്ദാറും അദ്ദേഹത്തിന്റെ മകൾ സ്മൃതിയും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ വീട്ടിലേക്ക് ചെന്നതും അവർ പ്ലാൻ ഇടാനായി തുടങ്ങി. അങ്ങനെ ഈ കരിക്ക് മായപ്ലാവ് എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അത് ഇനി അവന്റെ കയ്യിൽ ഇരിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഒരു കാലത്ത് എന്റെ കയ്യിൽ പൈസ ചോദിച്ചു നിന്നവൻ ഇന്നവൻ എന്നെ മോശമായി സംസാരിച്ചിരിക്കുന്നു. അച്ഛാ, എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്.
നമ്മൾ എന്തുകൊണ്ട് ആ തെങ്ങിൻ പുലാവ് മരത്തിനെ വെട്ടാൻ പാടില്ല? കത്തുന്നത് നിർത്തിയാൽ തിളയ്ക്കുന്നത് താനേ നിന്നേക്കും. ഇപ്പൊ നീ പറഞ്ഞില്ലേ, അത് വളരെ ശരിയാണ്. സമയം രാത്രിയായി. പിന്നെ വീർ തന്റെ ഹോട്ടലിനെ മൂടിക്കഴിഞ്ഞു. ഇന്ന് കടനെ വേഗം അടച്ചിട്ട് നമുക്ക് വേഗം പോവാം. ഇന്ന് ചിത്ര നല്ല അടിപൊളിയായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വീർ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. സമയം അർദ്ധരാത്രിയായി. ആ അർദ്ധരാത്രിയിൽ ജമീന്ദാറും അദ്ദേഹത്തിന്റെ മകളും വീറിന്റെ വീടിനടുത്തുള്ള തേങ്ങാ പുലാവ് മരത്തിനടുത്ത് വന്നെത്തി. അച്ഛാ, നമ്മൾ ഈ മരത്തിന് വെട്ടാൻ തുടങ്ങിയാൽ നല്ല ശബ്ദം കേൾക്കും. പിന്നെ വീറും അവന്റെ ഭാര്യയും എണീക്കും. അറിയാം മോളെ, അതുകൊണ്ടാണ് ഞാൻ പെട്രോളും തീപ്പെട്ടിയും കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഈ മരത്തിനെ എന്നെ കത്തിച്ചു കളയും. ഈ മരത്തിൽ തീ പിടിച്ച ഉടൻ തന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് ഓടിപ്പോകും. അച്ഛാ, നിങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിശാലിയാണച്ചാ. ജമീന്ദാർ പെട്രോളിനെ ആ മരത്തിന് ചുറ്റും അവിടെ അവിടെയായിട്ട് ഒഴിച്ചു. ജമീന്ദാർ ശരിക്കും ആ മരത്തിന് തീ കൊളുത്താനായി പോകുമ്പോൾ കാട്ടിൽ നിന്നും ആ കരടി അവിടേക്ക് വന്നു. എന്താ ചെയ്യുന്ന ജമീന്ദാരെ? അവന് ഈ കരിക്ക് പ്ലാവ് മരം ഞാനാണ് തന്നത്. അവൻ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. നീ എന്തിനു വേണ്ടിയാണ് അവൻ ഇത്ര വലിയ പാവം ചെയ്യുന്നത്? നിന്റെ അടുത്ത് കുറെ പൈസ വെച്ചിട്ടുണ്ട്. എന്നിട്ടും അത്യാഗ്രഹം പറഞ്ഞ ചിന്ത നിന്റെ മനസ്സിൽ, നിന്റെ മാള മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ തീരൂ ജമീന്ദാരെ. എന്നെ ക്ഷമിച്ചേക്കൂ. ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, സത്യമായിട്ടും. കരടി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. മന്ത്രം പറഞ്ഞതും തന്നെ ജമീന്ദാറും അദ്ദേഹത്തിന്റെ മകൾ സ്മൃതിയും രണ്ടുപേരും തെങ്ങിൻ പുലാവ് മരമായി മാറി. ഇതിനിടയ്ക്ക് വീരും അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രയും പുറത്തേക്ക് വന്നു. ആ കരടിയെയും ആ രണ്ട് മരങ്ങളെയും കണ്ടു. കരടി സാറേ, നിങ്ങളോ? പിന്നെ ഈ രണ്ട് മരങ്ങൾ എങ്ങനെയാ അവിടെ? ഈ രണ്ട് മരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. നല്ലോണം വളർച്ചടഞ്ഞു വാ. പിന്നെ ഗ്രാമത്തെ ജനങ്ങൾക്ക് സഹായിക്കി. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി കരടി ദൈവമേ. കരടി അത് വന്ന വഴിക്ക് തിരിച്ചുപോയി. പിന്നെ വീറിന്റെ തെങ്ങിൻ പുലാവ് ഗ്രാമത്തിൽ നിന്നും നഗരം എല്ലാ സ്ഥലത്തും പ്രബലമായി മാറി.